ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുമിന എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സുമിന, യഥാർത്ഥ പേരല്ല. ഞാൻ വിവാഹിതയാണ്. 1 വർഷമായി. ഡിഗ്രി കഴിഞ്ഞ് പിറ്റേ മാസം തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിന് കാരണം എൻ്റെ പാപ്പയുടെ നിർബന്ധമാണ്. എൻ്റെ പാപ്പ പണ്ട് 21ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതാണ്. 22ാമത്തെ വയസ്സിലാണ് ഞാനുണ്ടാകുന്നത്. ഞാനാണ് മൂത്ത കുട്ടി. എനിക്ക് ഇളയതായി ട്വിൻസായുള്ള 2 സഹോദരന്മാരാണുള്ളത്. അവരിപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പാപ്പ വളരെ ചെറുപ്പമാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു 25 വയസ്സ് പോലും പറയില്ല. എൻ്റെ ഉമ്മയാണെങ്കിലും അതീവ സുന്ദരിയാണ്, ചെറുപ്പക്കാരിയുമാണ്. അല്ലെങ്കിലും അവർക്ക് വലിയ പ്രായമൊന്നുമില്ല. ആൺമക്കളെക്കാൾ എൻ്റെ പാപ്പയ്ക്ക് എന്നോടാണ് ഇഷ്ടം. പക്ഷേ വിവാഹക്കാര്യത്തിൽ മാത്രം പാപ്പ കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു, ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിൻ്റെ കല്യാണം, ഒത്തിരിയൊന്നും താമസിക്കില്ല. നിൻ്റെ ഭർത്താവ് നിന്നെ ജോലിക്ക് വിടണമെങ്കിൽ ജോലിക്ക് വിടട്ടെ, അതല്ലാതെ ഞാൻ നിന്നെ ജോലിക്ക് വിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ചേർന്നപ്പോൾ തന്നെ പാപ്പ പലരെയും കണ്ടുപിടിക്കാൻ തുടങ്ങി. ആരെയും പ്രേമിക്കരുത്, ഇനിയിപ്പം സ്വന്തം ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും പ്രേമമരുതെന്ന് പാപ്പ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രേമിക്കാനൊക്കെ വലിയ മടിയായിരുന്നു. ഒത്തിരി പേരെൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. ആർക്കും ഞാൻ എൻ്റെ മനസ്സിൽ ഒരിടവും കൊടുത്തില്ല. ബാപ്പ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ബാപ്പ കൊണ്ടൊരു നാണിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും എൻ്റെ കല്യാണം ഡിഗ്രി കഴിഞ്ഞാലുണ്ടെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വപ്നങ്ങൾ നെയ്ത് കാത്തിരുന്നു. ബാപ്പയെ അനുസരിക്കണ്ടേ. അങ്ങനെ ബാപ്പ ചെക്കന്മാരെ കൊണ്ടുവരാൻ തുടങ്ങി. എന്നെ കാണാൻ വേണ്ടിയിട്ട് ആകെ 4 ചെക്കന്മാരാണ് വന്നത്. 4 പേരും നല്ല സൗന്ദര്യമുള്ളവരാണ്. എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു. എനിക്കും അവരോട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അപ്പോൾ കൺഫ്യൂഷനായി, ദൈവമേ, ആരെ കല്യാണം കഴിക്കേണ്ടത് എനിക്ക് ഒരു പിടിയുമില്ല. അപ്പോൾ പാപ്പയാണ് പറഞ്ഞത്, നീ സുഹേലിനെ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. സുഹേൽ എന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ പേരാണ്, യഥാർത്ഥ പേരല്ല കേട്ടോ. അപ്പോൾ പുള്ളി എൻ്റെ ബാപ്പ തിരഞ്ഞെടുത്തതിന് പിന്നിൽ എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, അല്ല ഇവരെല്ലാം സുന്ദരന്മാരാണ്, പിന്നെ എന്തിനാണ് ഇങ്ങേരെ ബാപ്പ തിരഞ്ഞെടുത്തതെന്ന്. അപ്പോൾ ബാപ്പ പറഞ്ഞു, അവന് എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവനായിരിക്കും നിന്നെ നന്നായിട്ട് നോക്കുന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതിൽ കൂടുതൽ ആണത്തം അവനാണുള്ളത് എന്നുള്ള രീതിയിൽ എൻ്റെ ഉമ്മയുടെ ബാപ്പ സംസാരിക്കുന്നത് കേട്ടു. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്ത മനക്കൊട്ടകൾ നെയ്തു. ആണത്തം കൂടുതലാണെങ്കിൽ എൻ്റെ ജീവിതവും വളരെ സുഖകരമായിരിക്കില്ലേ മാഡം? അതോർത്ത് എൻ്റെ മനസ്സിൽ 7 നില പന്തൽ ഒരുങ്ങി. സന്തോഷം, സമാധാനമായിരിക്കും കല്യാണത്തിന് ശേഷം എന്ന് ഞാൻ വിചാരിച്ചു. ആർഭാടമായി എൻ്റെ കല്യാണം നടന്നു. ഞങ്ങളുടെ ഇവിടെ ആദ്യത്തെ ഒരാഴ്ച ഭർത്താവിൻ്റെ വീട്ടിലല്ല താമസിക്കുന്നത്, ഭാര്യയുടെ വീട്ടിലാണ്. മണിയറയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. പഴയ കഥകളും എൻ്റെ പഠിത്തത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചു. ഇനി നിനക്ക് പഠിക്കാൻ പോകണോ, ജോലിക്ക് പോകണോ, എന്തിനും റെഡിയാണെന്നാണ് ഇക്ക പറഞ്ഞത്. ഞാൻ നാണം കൊണ്ട് ചുവന്ന തുടുത്ത് ഇക്കയുടെ മാറിലേക്ക് അങ്ങ് ചാഞ്ഞു. ഇക്ക പറഞ്ഞു, നീ ഒരു സുന്ദരിയാണ്, നിന്നെപ്പോലൊരു സുന്ദരി കിട്ടി ഞാൻ ഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ മുത്തങ്ങൾ കൊണ്ട് മൂടി. പക്ഷേ അതല്ലാതെ ഒരു തരി പോലും പുള്ളി മുന്നോട്ട് കടന്നില്ല. ഭാവക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ അപരിചിതമായിരിക്കും. കല്യാണത്തിന് മുമ്പ് ഇത്ര കാര്യങ്ങളല്ലേ സംസാരിച്ചുള്ളൂ. അതുകൊണ്ട് നാളെ എല്ലാം ശരിയാകും, നാളെ ഇക്ക തെറ്റിത്താരം തുള്ളും എന്ന് ഞാൻ വിചാരിച്ചു. നാളെയായി, മറ്റന്നാളായി, അതിൻ്റെ നാളെയായി. പക്ഷേ ഇക്കയുടെ ഭാഗത്തു നിന്നും മുത്തങ്ങളല്ലാതെ ഒന്നും ഉണ്ടായില്ല. അക്കും ഇക്കും കളിക്കുന്ന പ്രായമാണോ ഇക്കയുടേത്? അല്ല, ഇക്കയൊരാണല്ലേ? ആണ്. പക്ഷേ ഒന്നും സംഭവിക്കാതെ ദിനങ്ങൾ കടന്നു പോകുന്നു. ആരോടും ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇക്കയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് കരച്ചിൽ വന്നു. എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ ഇക്കയുടെ വീട്ടിൽ പോയി. അവിടെ എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമാണ്. ഞങ്ങളുടെ വീട്ടുകാരെക്കാളൊക്കെ ഉയർന്ന നിലയിലാണ് അവർ. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഉമ്മ മത്സരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ടും 3-4 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു ഗുണവുമില്ലാതായപ്പോൾ ഒരു ദിവസം ഞാൻ പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇക്ക എൻ്റെ വാ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ ബഹളമുണ്ടാക്കരുത്, ഞാൻ സത്യങ്ങൾ പറയാം. ഞാൻ ഓർത്തു ഇക്കയ്ക്ക് വേറെ ഏതെങ്കിലും പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരിക്കുമെന്ന്. പക്ഷേ ഇക്ക പറഞ്ഞ സത്യം കേട്ട് ഞാൻ പൊട്ടി ഉരുകി കരഞ്ഞു പോയി. കാരണം ഇക്കയ്ക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. ഇക്കയുടെ ഉള്ളിൽ ഒരു സ്ത്രീയാണ്. അത് കേട്ട് ഞാൻ നടുങ്ങി വിറച്ചു പോയി.
കാര്യം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. പക്ഷേ അവർക്ക് ഏതെങ്കിലും രീതിയിൽ സ്ത്രീയുടെ ഒരു ഛായയോ അല്ലെങ്കിൽ ചലനങ്ങളോ സ്വഭാവങ്ങളോ കാണും. പക്ഷേ ഇതങ്ങനെയല്ല. തടിമാടനായ ഒരു പുരുഷൻ ഒരു രീതിയിലും സ്ത്രീയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ എനിക്ക് അങ്ങനെയുടെ സ്വഭാവത്തിൽ കാണാൻ പറ്റിയില്ല. പക്ഷേ പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ഉള്ളിൽ ഒരു സ്ത്രീയാണുള്ളത്, സ്ത്രീയാകണമെന്ന് ആഗ്രഹവുമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പലപ്പോഴും സമൂഹത്തിൽ ഒത്തിരി വെല്ലുവിളികൾ വേണം അങ്ങനെയൊക്കെ ജീവിക്കാൻ എന്ന് കരുതി ആണായി തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ ജീവിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഇക്കയ്ക്ക് ഇഷ്ടം ആണുങ്ങളെയാണല്ലോ. ആ രീതിയിലുള്ള ബന്ധങ്ങളായിരുന്നു ഇക്കയ്ക്ക് ഉണ്ടായിരുന്നത്. ആരും അറിയാതെ എല്ലാം പിന്തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ കുടുംബമഹിമ, കുടുംബത്തിൻ്റെ പ്രഷർ, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മറച്ചു വെച്ചിക്ക വിവാഹിതനാകേണ്ടി വന്നു. എന്നോടിത് തുറന്നു പറഞ്ഞ് ഞാൻ അവസാനം ബഹളമുണ്ടാക്കി അവിടുന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ എല്ലാവരും അറിയും, പിന്നെ ആരും നിർബന്ധിക്കില്ല എന്നാണ് ഇക്ക വിചാരിച്ചിരുന്നത്. ഇക്ക എന്നോട് പറഞ്ഞു, മോളു ഒരു കാര്യം മാത്രം നീ ചെയ്യണം, ഒരു ഉപകാരം. എനിക്ക് കഴിവില്ല, ഭർത്താവ് എന്നോട് ഒരു രീതിയിൽ സ്നേഹമായിട്ട് പെരുമാറുന്നില്ല എന്ന് വീട്ടിൽ പറഞ്ഞിട്ട് മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. അതല്ലാതെ എൻ്റെ യഥാർത്ഥ രഹസ്യം ആരോടും പറയരുത്. കഴിവില്ലെന്ന് പറഞ്ഞ് നീ എന്നെ ഒഴിഞ്ഞങ്ങ് പോകൂ. അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാകും. പിന്നെ അവരെന്നെ കല്യാണത്തിന് നിർബന്ധിക്കില്ല. ഞാൻ ഒരിക്കലും പെൺവേഷം കെട്ടാനോ അല്ലെങ്കിൽ പെണ്ണാകാനോ ശ്രമിക്കുകയില്ല. ഫുൾ ആണിൻ്റെ ലുക്കിൽ തന്നെ ആയിരിക്കും. പക്ഷേ നല്ല സുന്ദരന്മാരായ ആണുങ്ങൾ വരുമ്പോൾ അവരുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ഭാഗം അലങ്കരിക്കുന്നതാണ് അയാൾക്ക് ഇഷ്ടമെന്ന് ഇക്ക എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം കൂടുകയായിരുന്നു. പിന്നീട് ഇക്ക ഫോണിൽ അങ്ങനെ ചില വീഡിയോസൊക്കെ കാണിച്ചു തന്നു. ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ നേരത്തെ അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ടേ ഇല്ല. ഇതിൽ ശരിയാണ്, രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സിക്സ് പാക്കുള്ള ആണുങ്ങൾ, ഒരാൾ മാത്രം ഒരു റോള് ചെയ്യുന്നു, മറ്റൊരാൾ വേറെ റോള് ചെയ്യുന്നു. ഓ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇക്കയ്ക്ക് അങ്ങനെയാണെന്ന് മനസ്സിലായി. ഞാൻ ഓർത്തു, ഇനി എന്ത് ചെയ്യണം? ഇക്കയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ കൊതിച്ചതൊന്നും കിട്ടില്ല. എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ബാപ്പയോട് പറയാം. കാര്യം ബാപ്പ നിർബന്ധിച്ചിട്ടാണ് ഈ കല്യാണം നടന്നത്. ഇങ്ങനെയാണ് ഏറ്റവും വലിയ ആണെന്ന് പറഞ്ഞാണ് ബാപ്പ ഈ കല്യാണം നടത്തിയത്. ബാപ്പയുടെ ഊഹമെല്ലാം തെറ്റിപ്പോയി. ബാപ്പയെ വിളിച്ച് രഹസ്യമായിട്ട് ആദ്യം കാര്യങ്ങൾ പറയാം. ഞാൻ അത് ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോടൊരു കാര്യം പറഞ്ഞു, നീ പറയുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷേ എന്ന് വെച്ചിട്ട് എൻ്റെ ഈ കാര്യങ്ങളൊന്നും പറയരുത്, എനിക്ക് കഴിവില്ല എന്ന് മാത്രമേ പറയാവൂന്ന് പറഞ്ഞു. സത്യം ചെയ്യിപ്പിച്ചു. ഞാനാണെങ്കിൽ സത്യം ചെയ്യുകയും ചെയ്തു. ശരി, പറയില്ലെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ ഞാൻ അത് പറയും മുമ്പ് എനിക്കൊരു ഓപ്ഷൻ വെച്ചു. ഞാൻ ഒരു ഡീൽ നിൻ്റെ മുന്നിൽ വെക്കുകയാണ്. എൻ്റെ കൂടെ ഭാര്യയായി നിനക്ക് ജീവിക്കാം. നിങ്ങളുടെ കൂടെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് എന്ത് ഗുണമയക്കാം? അപ്പോൾ പുള്ളി പറഞ്ഞു, ഗുണമുണ്ട്. നിനക്ക് ജോലിക്ക് പോകാം, പഠിക്കാൻ പോകാം, എന്തിനും ഞാൻ പണം തരും. ഇവിടെ ഏറ്റവും കൂടുതൽ പണമുള്ള ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഞങ്ങളെന്ന് നിനക്കറിയാമല്ലോ. ഇഷ്ടം പോലെ നിനക്ക് നടക്കാം. അതുമാത്രമല്ല, സൗന്ദര്യമുള്ള നിനക്കിഷ്ടപ്പെട്ട ഏതാണിനെ വേണമെങ്കിലും നിനക്ക് സ്വീകരിക്കാം രഹസ്യമായിട്ട്. പക്ഷേ ഓടിച്ചോടി പോകാനോ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ അലകുലത്തുകൾ ഉണ്ടാക്കാനോ പാടില്ല. നിനക്ക് രസം തേടിപ്പോകാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നിനക്ക് സ്വാതന്ത്ര്യമായിരിക്കും. പക്ഷേ ഈ സ്വാതന്ത്ര്യം ആരും അറിയില്ല. നമ്മൾ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ എപ്പോഴും ടൂറ് പോയി എൻജോയ് ചെയ്യും. നീ നിനക്കിഷ്ടമുള്ള പോലെ ജീവിക്കും, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെയും. പക്ഷേ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കും. പണത്തിനൊന്നൊരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ലെന്നറിയാമല്ലോ. ബാപ്പയുടെ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും ഒരു മുതലാളിയെ തല കാണിച്ചാൽ മതി. പിന്നെ എൻ്റെ ഉമ്മയുടെ സ്വത്തുക്കളെപ്പറ്റി നിനക്കറിയില്ല. അവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമെല്ലാം എൻ്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കാണിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. മാഡം, കോടികളുണ്ട് അതിൽ. നീ ആലോചിക്കൂ, എന്നെ പിരിഞ്ഞു പോണോ അതോ ബാപ്പയോട് പറയണോന്ന് അന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഒരാഴ്ചയോളം ചിന്തിക്കുകയായിരുന്നു. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അറിയാമല്ലോ. ഞാൻ ഓർത്തു, ശരിയാണ്, ഞാൻ ഇനിയൊരു കല്യാണം കഴിക്കുകയാണ് ഇങ്ങനെ പിരിഞ്ഞ്. അപ്പോൾ ഞാൻ രണ്ടാം കല്യാണക്കാരിയായി. പിന്നെ അത് മാത്രമല്ല, എവിടെയെങ്കിലും ഒരുത്തൻ്റെ അടിയും തൊഴിയോ കയറ്റി കിടക്കേണ്ടി വരും. മിക്കവാറും അടിമത്തമായിരിക്കും. ഇതിപ്പോൾ സ്വാതന്ത്ര്യമാണ്. ഇക്കയുടെ രഹസ്യം ഞാൻ സൂക്ഷിച്ചാൽ എൻ്റെ രഹസ്യം ഇക്കയെ സൂക്ഷിക്കും. ഇതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ തീരുമാനമെടുത്തു. ഇക്കയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇക്ക കൈയടിച്ച് പാസ്സാക്കി. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഒരു കോഡിനെ
ഇമാജിനേഷൻ യാത്രയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഇക്കയ്ക്ക് സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു ഇളക്കമാണ്, എനിക്കാണെങ്കിൽ അതിലും കൂടുതൽ ഇളക്കം. പക്ഷേ ഇക്ക പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ഒരാളെ ഒരിക്കലും നോക്കരുത്. നീ നിൻ്റെ പാട് നോക്കുക, ഞാൻ എൻ്റെ പാട് നോക്കുക, അതായിരിക്കും നല്ലത്. ഏതെങ്കിലും രീതിയിൽ ഒരാൾ കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ രണ്ടുപേരുടെ രഹസ്യം അയാൾ അറിയും. അവസാനം നമ്മൾക്ക് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് നിൻ്റെ ഡീലിങ്സ് നിൻ്റെ രീതിയിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ കോളേജിൽ PGക്ക് പഠിക്കാനങ്ങ് ചേർന്ന് മാഡം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിവാഹിതയായല്ലോ. ഒത്തിരി പേര് അകന്ന് നിൽക്കാൻ തുടങ്ങി. എങ്കിലും ചില ആളുകൾക്ക് എന്നോട് താല്പര്യമുണ്ടല്ലോ. അവർ വന്ന് അടുത്തപ്പോൾ എനിക്ക് പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനാണെങ്കിൽ കൊഞ്ചങ്ങ് കുഴയാൻ തുടങ്ങി. അവന്മാരിങ്ങോട്ട് പറയട്ടെ എന്നോട് താല്പര്യമുണ്ടെന്ന്. ഉണ്ടെങ്കിൽ ഞാനും എന്തിനും റെഡിയാണ്. പക്ഷേ അത് നിർബന്ധിക്കണം. കാരണം ഞാൻ ഭർത്താവുള്ളവളാണല്ലോ. നിർബന്ധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ കാര്യം. അവരും ആ രഹസ്യം സൂക്ഷിക്കണം. ഭർത്താവിൽ നിന്ന് ഞാൻ എപ്പോഴും മറച്ചു പിടിക്കുന്ന എന്തോ കിട്ടാക്കനി അവർക്ക് കിട്ടിയെന്ന് തോന്നിക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ ജാടയിട്ടിരുന്നു. ഒത്തിരി പേരുടെ പുറകെ വന്നെങ്കിലും എല്ലാവരും സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു സാറിന് എന്നോട് വല്ലാത്ത ഇഷ്ടം. സാറ് പുറകെ നടന്ന് കുൽസിതമായ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. PGക്ക് ചേർന്നപ്പോഴേ അദ്ദേഹത്തെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു മാഡം. എന്തായാലും അദ്ദേഹം എനിക്ക് സ്വന്തമായാൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് ഓർത്തു. അദ്ദേഹം ഇങ്ങോട്ട് ഒത്തിരി നിർബന്ധിച്ചു, എൻ്റെ പുറകെ നടന്നു. ആ മെസ്സേജുകളൊക്കെ ഞാൻ ഭർത്താവിനെ കാണിച്ചു. അപ്പോൾ പുള്ളി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, കൊള്ളാം മോളെ, നീ കാത്തിരിക്കുന്ന മികച്ച ഉരുപ്പടി തന്നെ. അദ്ദേഹം നിനക്ക് ജോഡിയായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ എത്ര വിശ്വാസമില്ല. അതെന്താടി വിശ്വാസമില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞെന്താണ്, നിങ്ങൾ വന്നപ്പോൾ നിങ്ങളാണ് ആ വന്ന കൂട്ടത്തിൽ ഏറ്റവും ബെറ്റർ എന്ന്. എന്നിട്ട് എന്താ തൊട്ടണ്ടി പൊളിച്ചപ്പോൾ പേട്ടണ്ടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആയില്ലേ ഇക്ക കാര്യങ്ങൾ. ഇക്ക എന്നെ ഒന്ന് നുള്ളി, ഒന്ന് പൊടി. നിൻ്റെ പാപ്പയ്ക്ക് ഒന്നും അറിയില്ല. അങ്ങേരെ ഈ ലോകത്തിലേക്ക് വല്ല താമസം. പക്ഷെ ഞാനങ്ങനെയല്ല. ആണുങ്ങളുടെ ഭൂമിശാസ്ത്രവും മനഃശാസ്ത്രവും പഠിച്ചതാണ്. നീ പോകൂ, മികച്ചത് നിനക്ക് ലഭിക്കും മോളെ എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ അത് പ്രൊസീഡ് ചെയ്തു മാഡം. എനിക്ക് ഭയങ്കര പേടിയാണ്, ഒട്ടും താല്പര്യമില്ല. പിന്നെ സാറ് വിളിച്ചപ്പോൾ നിരസിക്കാൻ വയ്യ. സാറിൻ്റെ ഒരു സോഫ്റ്റ് കോർണറുണ്ട് എന്ന് പറഞ്ഞാണ് സാർ താമസിക്കുന്ന വീട്ടിൽ ഞാൻ പോയത്. ആദ്യമായിട്ടാണെന്നൊന്നും ഞാൻ പറഞ്ഞതേയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രഹസ്യം കണ്ടുപിടിക്കില്ലേ. അന്ന് സാറിനോട് ഞാൻ ഇത്രയും പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് അധിക കാലമായില്ല, എല്ലാം ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. സാർ പറഞ്ഞു, നീ എൻ്റെ പൊന്നോമൽ കുട്ടിയാണ്, നിന്നെ ഇങ്ങനെ ഓമനിക്കുമെന്ന് പറഞ്ഞു. ഓമനിക്കലായിരുന്നു അന്നെനിക്ക് ആദ്യം നടന്നത്. പക്ഷേ അവസാനം എൻ്റെ ഭർത്താവ് പറഞ്ഞതുപോലെ എനിക്ക് വല്ലാത്തൊരു കലക്കൽ അനുഭവിക്കേണ്ടി വന്നു. കാര്യം അദ്ദേഹം എൻ്റെ ഭർത്താവ് പറഞ്ഞതുപോലെ ഊഹിച്ചതുപോലെ കൃത്യമായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ ദൈവമേ, ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. അല്ലെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കുക ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണല്ലോ. പക്ഷേ ഞാനൊന്ന് മനസ്സിലാക്കി, ഇക്കയാണ് എൻ്റെ ഭാഗ്യം. ഇക്കയോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇനിയും ഉയരെയെത്തും. ഈ സാറ് ഒരു തുടക്കം മാത്രം. പല സാറുമാര് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പേര് കടന്നു വരാൻ പോകുന്നുണ്ടെന്ന സൂചനയായി സാറിനെ ഞാൻ കണക്കാക്കി. ഇക്കയോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു. സാറിൻ്റെ അടുത്ത് നിന്ന് തകർന്നു വന്ന എന്നെ തൈലമിട്ട് ശരിയാക്കിയെടുത്തത് എൻ്റെ ഇക്കയാണ്. പിന്നീട് അത് കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു, ഒരാളിൽ മാത്രം ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, മാനസികമായ അടുപ്പം ഉണ്ടാകും. അതൊക്കെ നമ്മുടെ രഹസ്യങ്ങൾ പൊളിയാൻ ഇടയാക്കുമെന്ന് ഇക്ക പറഞ്ഞു. അതുകൊണ്ട് തന്നെ സാറുമായുള്ള അടുപ്പം ഞാൻ കുറച്ചാകുമ്പോൾ ഏതൊരാൾക്കും അടുപ്പുണ്ടാകുമല്ലോ. സാറും മറ്റു ലാവണങ്ങൾ തേടി പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോഴേക്കും എനിക്ക് വേറൊരു ചോയ്സ് വന്നു. റീൽസൊക്കെ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള സുന്ദരനായ പുരുഷൻ. അങ്ങനെ അയാൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനും അയാളുടെ ഒരു ആരാധികയാണല്ലോ. പുള്ളി വിളിച്ച ഹോട്ടലിലാണ് ഞാൻ ആദ്യം പോയത്. ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും ഫീച്ചേഴ്സുള്ള, ഇത്രയും രാജകീയമായ നിമിഷങ്ങൾ എനിക്ക് സമ്മാനിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി എനിക്ക് വല്ലാത്തൊരു ഒബ്സഷനായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഹസ്ബൻഡിന് അയാളെ നേരത്തെ ഒരു നോട്ടമുണ്ടായിരുന്നു, പക്ഷേ എനിക്കല്ലേ ലഭിച്ചത്. അതുകൊണ്ട് പുള്ളി ഒഴിഞ്ഞു മാറി. എന്തായാലും സന്തോഷം തന്നെ.
പക്ഷേ മാഡം, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ, അതായത് ഈ സെലിബ്രിറ്റിയായ ആളുടെ കൂടെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ പാപ്പ കണ്ടു. ടൗണിൽ വെച്ച് കാറിൻ്റെ അടുത്ത് വെച്ച് അയാൾ എന്നോട് വളരെ അടുത്ത് പെരുമാറുന്നതാണ് പാപ്പ കണ്ടത്. അപ്പോൾ തന്നെ അയാൾ പോയി കഴിഞ്ഞപ്പോൾ പാപ്പ എന്നെ കൈയോടെ പിടികൂടി എന്താ നടക്കുന്നതെന്ന് ചോദ്യം ചെയ്തു. എൻ്റെ കല്യാണത്തിന് മുമ്പുള്ള കാമുകനാണ് ഇയാളെന്നും ഞാൻ എൻ്റെ ബാപ്പയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചതാണെന്നൊക്കെ പാപ്പ വിചാരിച്ച് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഒരു ബിസിനസ് ഡീലിങ്സ് സംസാരിക്കാൻ വന്നതാണെന്ന്. അപ്പോൾ ബാപ്പ അവൻ നിന്നെ വേറെ രീതിയിൽ യൂസ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്കും വക്കാണവും അവനെ വിളിക്കുമെന്നും വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നും ഒക്കെയായി. അപ്പോൾ എനിക്ക് നിക്കക്കള്ളില്ലാതെ ഞാൻ യഥാർത്ഥ കാര്യം ബാപ്പയോടങ്ങ് പറഞ്ഞു. അത് കേട്ട് ബാപ്പ ഞെട്ടിത്തെറിച്ചു, എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാപ്പയല്ലേ പറഞ്ഞത്, നിന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് നിൻ്റെ ഭർത്താവ് പറഞ്ഞ പോലെ എന്തായാലും നീ പൊയ്ക്കോ, എനിക്ക് പിന്നെ വേറെ പ്രശ്നമില്ലെന്ന്. അപ്പോൾ ബാപ്പ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. കാര്യം അത്രയ്ക്ക് വലിയ ഫ്രണ്ട്ഷിപ്പ് ഞാനും ബാപ്പയും തമ്മിലുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. അവസാനം ഞാൻ ഹസ്ബൻഡിൻ്റെ മനസ്സും എൻ്റെ മനസ്സും നടന്ന കാര്യങ്ങളുമൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ബാപ്പ എന്നോട് പറഞ്ഞു, ശരി, അത്രയ്ക്ക് പണവും സൗകര്യമൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്. നിങ്ങളെ രണ്ടുപേരെയും മറ്റുള്ളവരുടെ മുന്നേ വെച്ച് അപമാനിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ കുട്ടികളുണ്ടാകാതെ ഇരുന്നാൽ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കുട്ടികളെ ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ് ബാപ്പ എന്നോട് ഒത്തിരി ഉപദേശങ്ങൾ നൽകി. എങ്കിലും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാനും ബാപ്പയും അന്ന് പിരിഞ്ഞത്. ബാപ്പ എനിക്ക് ചെറിയൊരു സപ്പോർട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഇക്ക നല്ലവണ്ണം ഞെട്ടി. ഞാൻ പറഞ്ഞു പേടിക്കണ്ടെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇക്ക ഞങ്ങൾ രണ്ടുപേരെയും കൂടെ ഒരിടത്ത് കൊണ്ടുപോയി, ഒരു പുഴയോരത്ത്. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ എല്ലാം ക്ലിയറായിട്ട് സംസാരിച്ചു. എൻ്റെ ഇക്കയുടെ കാര്യങ്ങളൊക്കെ വള്ളിപ്പുള്ളി വിടാതെ എൻ്റെ ബാപ്പയോട് പറഞ്ഞു. കുട്ടികളൊക്കെ സ്വന്തമായിട്ട് വേണ്ടേ, അതിനുള്ള ബദൽ സംവിധാനങ്ങൾ വേണമെന്നൊക്കെ എൻ്റെ ബാപ്പ പറഞ്ഞു. അത് കഴിഞ്ഞതിൽ പിന്നെ ബാപ്പയും എൻ്റെ ഭർത്താവും തമ്മിൽ നല്ല അടുപ്പമായി. എപ്പോഴും വിളിക്കുന്നത് കാണാം. ഒരു ദിവസം ഇക്ക എന്നോട് പറഞ്ഞു, നിൻ്റെ ബാപ്പയും ചില്ലറക്കാരനല്ലെന്ന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാപ്പ ഒരു കാര്യം പറഞ്ഞെന്ന്. അതായത് ഇക്കയും ബാപ്പയും തമ്മിൽ ഇപ്പോൾ വമ്പനൊരു പാമ്പൻ പാലം രൂപവൽക്കരിച്ചിരിക്കുന്നു. കാര്യം എൻ്റെ ഇക്കയുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചൊക്കെ നിൽക്കാൻ ബാപ്പയ്ക്കുമാകുമത്രേ. ബാപ്പയ്ക്കും ഇത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവരെല്ലാം ഇങ്ങനെയൊക്കെയാണോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതല്ല മാഡം അതിൻ്റെ ഹൈലൈറ്റ്. ബാപ്പ പറഞ്ഞെന്ന് എൻ്റെ ഇക്കയുടെ പ്രോബ്ലംസൊക്കെ കുറച്ചെങ്കിലും മാറ്റാൻ പറ്റും. ഒരു കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമെങ്കിലും എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയെടുക്കാൻ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് ആക്ഷൻ പ്ലാനുകൾ ഡിസ്കസ് ചെയ്യണമത്രേ. അത് കേട്ടപ്പോൾ വേണ്ട എന്ന് 100 വട്ടം പറഞ്ഞു. പക്ഷേ ഇക്കയും ബാപ്പയും കൂടെ എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. കുഴപ്പമൊന്നുമില്ല, കാര്യം ബാപ്പ ഇക്കയെ സെറ്റാക്കിയെടുക്കും. ആ സമയത്ത് ഇക്കയ്ക്ക് എന്നോടും അത്യാവശ്യം സർവീസ് സഹകരണ ബാങ്കായി പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ബാപ്പ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഒരു കുട്ടി അതുണ്ടായിക്കഴിഞ്ഞ് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചിന്നിച്ചിതറിപ്പോയിക്കോ എന്നാണ് പറഞ്ഞത്. സ്വന്തം ഭർത്താവിൻ്റെ കുട്ടി തന്നെ വേണ്ടേ? അവസാനം അവർ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് ആദ്യമൊന്നും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എൻ്റെ ബാപ്പയും എൻ്റെ ഇക്കയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ദൃഢമായ ചില കാര്യങ്ങളല്ലേ ഞാൻ കാണാൻ പോകുന്നത്. എങ്കിലും എനിക്ക് സംശയമുണ്ടായിരുന്നു ഇതൊക്കെ വർക്കൗട്ടാകുമോ എന്ന്. പക്ഷേ എൻ്റെ ഇക്ക എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ മാറുന്നത് ഞാൻ കണ്ടു. അതിന് കാരണക്കാരൻ ബാപ്പയാണ്. ബാപ്പയുടെ നിർദ്ദേശപ്രകാരം കുറച്ചെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്ന് വൃത്തിയാക്കാൻ പറ്റി. അങ്ങനെ ഞാനിപ്പോൾ ഗർഭിണിയാണ്. ഇപ്പോൾ ഞാൻ റെസ്റ്റിലാണ്. എൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും സന്തോഷവുമാണ്. ബാപ്പയും മിക്കയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അവർക്ക് അവരുടെ കാര്യം എൻ്റെ ഭർത്താവ് വലിയൊരു തുക കൊടുത്ത് എൻ്റെ ബാപ്പയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മാഡം, ഇപ്പോൾ ഇത്രയും വലിയ കുൽസിത പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ സമയത്ത് ഞാൻ റെസ്റ്റിലാണല്ലോ. എനിക്കെന്തോ വല്ലാത്ത ചില ഫീലിങ്സുകൾ തോന്നുന്നു. കാര്യം ആ സമയത്ത് എനിക്ക് ടെൻഷനായിരുന്നു. എങ്കിലും ബാപ്പയെ ഞാൻ കണ്ടില്ലേ. ഇപ്പോൾ എനിക്ക് ബാപ്പയോട് എന്തോ ഫീലിങ്സ് ഉള്ള പോലെ തോന്നുന്നു. ഇതൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും ആ സമയത്ത് ടെൻഷനായിരുന്നെങ്കിലും ഇപ്പോഴത് ഓർക്കുമ്പോൾ എനിക്ക് രസമാണ് തോന്നുന്നത്. ഇപ്പോൾ ആ രസം ഉള്ളിൻ്റെ ഉള്ളിൽ കൂടി വരുന്നു. സാധാരണ ഗർഭിണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മന്ദതയല്ല അനുഭവപ്പെടുന്നത്. എനിക്കങ്ങനല്ല, താല്പര്യങ്ങളാണ് തോന്നുന്നത്. ഈ ഒരു രീതിയിലുള്ള താല്പര്യങ്ങൾ തോന്നുന്നു. അത് നിയന്ത്രിക്കേണ്ടതുണ്ടെന്ന് എനിക്കറിയാം മാഡം. പക്ഷേ എങ്ങനെ
എന്തായാലും ഈ കത്ത് വായിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് പല ആൾക്കാരുടെയും ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷേ എനിക്കിവിടെ അഭിനന്ദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാപ്പയും ഈ കുൽസിത പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമാണെങ്കിലും അയാൾ ഒരിക്കൽ പോലും സ്വന്തം മകളോട് നിലവിട്ട് പെരുമാറിയിട്ടില്ല. അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു പ്രത്യേകതരം നിയന്ത്രണമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ അയാൾക്കുള്ള നിയന്ത്രണം നിങ്ങൾക്കില്ല. നിങ്ങൾ ആ സമയത്ത് അതൊരു ടെൻഷനുള്ള പ്രക്രിയയായിട്ട് കാണുകയും ഇപ്പോൾ നോക്കുമ്പോഴേക്കും ബാപ്പയോട് ഒരു താല്പര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ മൈൻഡ് റിലാക്സ് ആയപ്പോൾ വന്നതായിരിക്കാം, പഴയ സംഭവങ്ങൾ ഓർത്ത്. പക്ഷേ അങ്ങനെ കൂടി ഒരു ബന്ധം ഇതിനിടയ്ക്ക് ഉണ്ടായിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയില്ല അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ അടക്കി വയ്ക്കുക, കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക, സ്വയം പറ്റിയില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയമാകുക, അല്ലെങ്കിൽ ഭർത്താവിനോട് തുറന്നു പറയുക. എന്നിട്ട് ആ കാര്യത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തണമേ, നിങ്ങളും കൂടി അതിനുവേണ്ടി എന്നെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഭർത്താവിനോട് തുറന്നു പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമല്ലോ. അങ്ങനെ ആകുമ്പോൾ ഭർത്താവിനി ഇങ്ങനെ നിങ്ങൾ 3 പേരും കൂടെയുള്ള ഒരു കൂടിക്കാഴ്ച ഒരുക്കില്ല. പിന്നെ ഭർത്താവിന് മനസ്സിലാകും എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടാകാൻ തുടങ്ങുകയാണെങ്കിൽ ഭർത്താവിന് തന്നെ തടയിടാം. അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകാതിരിക്കാൻ ഭർത്താവ് സഹായിക്കും. പക്ഷെ എന്നാലും നിങ്ങളെല്ലാവരും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ അതൊക്കെ ശരിക്കും അത്ഭുതകരം തന്നെയാണ്. എങ്ങനെയാണിതൊന്നും ഒരു പരിധിയിൽ കവിയാതെ കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ ബാപ്പയും ഒക്കെ കൂടി ഇങ്ങനെ കാര്യം സാധിപ്പിച്ചെടുത്തു എന്ന് തോന്നുമ്പോഴേക്കും നമുക്ക് അത്ഭുതമാണ്. കാര്യം ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും സാധാരണ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഉണ്ടാകാറുള്ളത്. അത് ബാഡായിട്ടുള്ള രീതിയിലാണെങ്കിൽ കൂടി നിങ്ങൾ മാനേജ് ചെയ്ത ആ വിധം എന്ന് പറയുമ്പോൾ അത് അത്ഭുതപ്പെടുത്താണ്. എങ്കിലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആകേണ്ട കാര്യമില്ലായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ജീവിതം മുന്നോട്ട് പോയാൽ മതി. പക്ഷേ സമ്പത്തും മറ്റു കാര്യങ്ങളും അഭിമാനമൊക്കെ നോക്കിയിട്ട് എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ജീവിതത്തിൽ ആളുകൾ ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണമായ സ്റ്റോറിയായിട്ട് ഇതിനെ കണക്കാക്കാം.